എടാ നിർത്തിടാ വീഡിയോ എടുക്കട്ടെ. ചൂടായിട്ട് പിടിച്ചതാ നമ്മള്, അരമണിക്കൂർ വെയിറ്റ് ചെയ്ത്. വീഡിയോ എടുത്ത പിന്നെ എന്നാത്തിനാടാ? നോക്കി പിടിക്കണം. എടാ ഇത് സിലോപ്പി അവിടത്തെ പുല്ലനല്ല. ചെറുതെല്ലാം ഭാര്യ ഇതിനകത്തോട്ട് തന്നെ ഇട്ടോ. അതേപോലെ തന്നെ കൊണ്ടുവന്നു. ഓ കിട്ടി കിട്ടി. ആദ്യം പിടിച്ച ഞാനാ. വലയിലേക്ക് വെച്ചിട്ടായിരിക്കും. ഞാനും ഹരിദാസൊക്കെ എറണാകുളത്തെ കായലിൽ പോയിരുന്ന ഞങ്ങള് ചൂണ്ടയിടുക. ഹരിദാസൊക്കെ ചൂണ്ടയിട്ട് ഹരിദാസിനെ മീനും പരിച്ചുകൊണ്ട് പോവാ. ലാസ്റ്റ് എനിക്കൊന്നും പിടിക്കുന്നില്ല, ഒന്നുമില്ല. ലാസ്റ്റ് ഞാൻ ചുമ്മാ ഇട്ടിട്ടൊക്കെ വരച്ചു നോക്കിയപ്പോഴത്തേക്കും വലിയൊരു കൊഞ്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുളം തേകലാണ് കേട്ടോ. കുളം തേകൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം നമ്മൾ മൊത്തം തേകി വറ്റിക്കുന്നൊന്നുമില്ല. ചെറിയൊരു വല വെച്ച് നമുക്ക് പറ്റുന്ന മീനുകളെയൊക്കെ നമ്മളങ്ങ് പിടിച്ചെടുക്കുക കേട്ടോ. തൊട്ടടുത്തുള്ള ഒരു ഏലത്തോട്ടത്തിലേക്ക് വെള്ളം എടുക്കുന്നത് ഈ കുളത്തിൽ നിന്നാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ അതിനകത്ത് നിറച്ച് സിലോപ്പികളും കിടപ്പുണ്ട്, സിലോപ്പി കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. ഏതായാലും എനിക്ക് ഈ രീതിയിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ നേരെ പോയി മുണ്ടയ്ക്ക് കൊടുത്തൊന്ന് സെറ്റായിട്ട് നമുക്ക് നേരെ കുളത്തിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. കൂടെ വേണമെങ്കിൽ 2 കമൻറ്റ് കിട്ടും. പിന്നെ നമ്മുടെ മോൺസ്റ്റർ ടാങ്കിൻ്റെ വർക്ക് ഏതാണ്ട് പൂർത്തിയാകാറായി കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളും എല്ലാം തീർന്നിട്ട് നമുക്ക് നാളെ തന്നെ വീഡിയോ ഇടാൻ പറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണേ. കുളത്തിലിറങ്ങി മീൻ പിടിക്കാൻ പോവുക. ഇല്ല, മുണ്ടെടുക്കാൻ വേണ്ടി വന്ന. ഞാൻ ഇറങ്ങി കഴുകാൻ പോയി കാണും. കഴുകാൻ പോയി കാണാം. അഖിലാണ് അത് വിട്ടു പോയിക്കൊണ്ടിരിക്കും. കിട്ടിയാ പാവം അതിനെ കൊല്ലു കഴിക്കല്ലേ. ഞാൻ കഴിക്കത്തില്ലല്ലേ മീനെ. തിന്നാൻ ഇറങ്ങുന്നില്ലേ? എനിക്ക് തിന്നാൻ കൊള്ളത്തുള്ളൂ, ചെറുതാ. അഖിലണ്ണൻ എന്തായാലും ഒരു ബോട്ടെ എടുത്ത് വെച്ചേക്കാം ഗ്രൂപ്പിലോട്ട്. മോതിരം അവിടെ വലുതായിട്ട് അവിടെ ഊരി വീട്ടിൽ ചെന്റെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. അതിനെടുത്തിടാം. ഒരു കമ്പോടി കുഞ്ഞാറ്റ ഒന്ന് വന്നിട്ടേ. കുഞ്ഞാറ്റ ഒന്ന് വന്നേ. കുഞ്ഞാറ്റേ ആ ചെരുപ്പ് അവിടെ നിർത്തായിരുന്നു. അതിന്റെ ചെരുപ്പ് അവിടെ ഉണ്ട്. ആ മീൻ എടുത്ത് വെള്ളത്തിലാണ് കൊന്നിട്ട് വെള്ളത്തിൽ വിടാൻ. അല്ല വേറെ ചെരുപ്പ്, 2 തരം ചെരുപ്പുണ്ടേ. അപ്പഴേ പറഞ്ഞ കൊള്ളില്ല. പച്ചത്തൊലി വളഞ്ഞോണ്ട്
നീ ആ നിൽക്കുന്നിടത്ത് പാമ്പ് ചെത്ത് കിടപ്പുണ്ട് അതിന്റെ പോയി എവിടെ കണ്ടോ എന്തി മറിക്ക പറ ഉണ്ട് എവിടെയാ എന്ത് എന്ത് മനസ്സിലാവുന്നില്ല ആ കമ്പ് പോലെ മോനെ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നിരിക്കും അങ്ങോട്ട് കുഞ്ഞോട്ടെ വാടി ഈ മീന് ബക്കറ്റ് കൊണ്ടുവന്നില്ലേ കണ്ടിപ്പോ അതെന്താ മോനെ കൊട്ട മീനെ പിടിച്ചിടാൻ വേണ്ടിട്ട് മീനെ പിടിച്ചിടാൻ വേണ്ടിട്ട് അവിടെ മുമ്പ് ഒരു ചെരുപ്പ് ഇറങ്ങണം മീൻ കുളത്തിൽ മീൻ ഇതിൽ പിടിച്ച മീനുകളല്ലേ കിടക്കുന്നത്. അന്ന് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു, ലീക്കായി പോയി. പിടുത്തം കാണാൻ ഒത്തിരി കയറി കഴിഞ്ഞാൽ പറയാം നോക്കി. മീൻപിടുത്തക്കാരൻ കടലിലെ മീൻപിടുത്തക്കാരാ കടലിലെ മീൻപിടുത്തക്കാരാ അത് വിളിച്ച് വരുത്തിയ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് കുഞ്ഞിനെ പിടിച്ച കുളത്തിടാം. ആ പൊക്കിക്കോ. ഒരു മുടുക്ക കിട്ടി അതിന്റെ കൈ കൊട്ടക്കകത്ത് കര കയറ്റില്ല, കൊട്ടക്കകത്തിട്ട് അത് അങ്ങോട്ട് പോകും. ചെറുതെല്ലാം ഭാര്യ ഇതിനകത്തൊരു തന്നെ ഇട്ടായിരുന്നു. അതേപോലെ തന്നെ കൊണ്ടുവന്നു. ഉണ്ടായതല്ലേ ഇത് ഗിഫ്റ്റ് സിലോപ്പിയുടെ കുഞ്ഞുങ്ങൾ 3-4 തവണ കഴിഞ്ഞു. ഇത് ഗിഫ്റ്റ് അല്ലല്ലോ, ഇതൊരെണ്ണം ഇത് മുട്ടയിട്ട് പെരുകി ഇത് ഗിഫ്റ്റ് സിലോപ്പിയാണ്. ഗിഫ്റ്റ് സിലോപ്പിയുടെ കുഞ്ഞുങ്ങളെ പെരുകി വന്നാണ്. പിന്നെ ഗിഫ്റ്റ് എപ്പോഴും മേടിച്ചു ഇതിനെക്കാട്ടും വലുതുണ്ടായിരുന്നു. അല്ല ഇത് സാധാരണ വലുതുണ്ട് അതിനകത്ത്. എല്ലാ അടിപൊളി ഇതിലേക്ക് കയറിയതില്ലോ. നല്ലപോലെ പിടിച്ചു, ഇപ്പൊ മാറ്റിയുള്ളൂ. നീ മേടിച്ചോടി, ഞാൻ പിടിച്ചോളൂ. ചാകര ചാകര അതാ കൊണ്ടുവന്നു. ഇവിടെ ഒന്ന് നോക്കി, ഇവിടെ 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 ഉണ്ട്. ഇറക്കി ഇങ്ങോട്ട് എറിഞ്ഞു.
ഞാൻ വീണതല്ല. വലുത് കിട്ടിയില്ല. സിലോപ്പി മാത്രമേ ഉള്ളൂ? നെട്ടർ ഉണ്ടായിരുന്നു, നെട്ടറൊക്കെ ഞങ്ങൾ പിടിച്ച് തീർക്കാം. കൈകുത്തിയോ? പിന്നെ അതിനകത്തുറം കയറിയ ഇത് തന്നെയാണ്. അയ്യ പ്ലാനൊന്നുമില്ല, കറി വെക്കുക. ഞാൻ നിങ്ങൾ വരുന്നതിന് കറി വെക്കാൻ വേണ്ടി ആരും മാമ ഞാൻ 10:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങുന്നത്. ഏറ്റവും നല്ല വറുത്ത് കഴിക്കണം. കറി വെക്കണോ? വറുത്താലല്ലേ ടേസ്റ്റ്. ഇറങ്ങണോ? ഇറങ്ങാൻ എനിക്കൊരു മടിയ. മീൻ കറി വെക്കണ്ട കേട്ടോ. വെക്കണ്ട. എല്ലാം വെച്ച് ആക്കുന്നതാണ്. ഇറച്ചി തന്നെ പല ഐറ്റമാണ്. പാചകം ചെയ്തപ്പോ ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാലിങ്ങനെ പൊക്കി ഇങ്ങനെ ഒരു വന്നോലെ തിരിച്ചു തീർക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടല്ലോ, കിട്ടിയാ കണ്ടല്ലോ, വലുതുണ്ട്. എന്നിട്ട് ഇല്ലല്ലോ, അവിടെ കുത്തിവെച്ചിരുന്നതാ. പറ്റത്തില്ല. വലിക്കല്ലേ വലിക്കല്ലേ. കട്ട എടുത്ത് അതിന്റെ പുറത്തൊന്ന് വെക്കടി പറഞ്ഞു. എന്തുവാടാ രാജേശ്വരി മോളെ മാറിക്ക് ഇച്ചിരി. എന്തോ ഇവിടൊക്കെ കാണുമോ പഠിച്ചത്? നമ്മുടെ അവിടെ ഇപ്പൊ ഉണ്ട് വീട്ടിലോ. മൊത്തം കളിക്ക് ചേറ് മണമായി. ആ ഓട്ടോ കൂടെ പോകാൻ വേണ്ടി ഇവിടെ പിടിക്കടേ. എന്തുവാ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കേ? ആ അവിടെ നിന്ന് പിടിച്ചോ. ക്ലിയർ. ആ അത് നേരത്തെ കൊടുത്താൽ മതി. നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാറുണ്ട്. ഞാൻ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് വെച്ച് നിങ്ങൾക്ക് വരാം. നീ എഡിറ്റ് ചെയ്തിടൂ. ഉണ്ടല്ലേ എന്റെ കൊച്ചു ഭയങ്കര പാറു. ഓസിന്റെ കൂടെ നീയും പോവല്ലേ? അതി
കോരി എടുത്തോളും പേടിക്കണ്ട. അല്ലെ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിടാം അല്ലേ? എടി ആ കല്ലെടുത്ത് വെക്ക. എടി പാറു, ഈ കല്ല് ഇങ്ങനെ എടുത്ത് വെച്ച് നീ ഇവിടെ പിടിക്കുക. വിട്ടാലത് പോകുന്നത് എത്ര ആണ് ഞാൻ ഈ ചെറുക്കനെ ഇങ്ങനെ കൊണ്ടുപോ. ഇതിന്റെ ഇടയ്ക്ക് കയറ്റി മഴ നോക്കി. എന്തേലും കിണ കയറി. ഓ ഇട്ടിട്ട് ആ മീൻ എടുത്തിടുന്നത് കൂടെ വെച്ചു. അത് പോയി. ഒരെണ്ണം കയറിയാനാണ് ഇത്ര ഇത് പറഞ്ഞ്. എടി കുഞ്ഞാറ്റ ഞങ്ങളും കൂടെ ഒന്ന് കാണാം. കേട്ടോ അത് രാവിലെ ഈ രാജേശ്വരിയുടെ കയ്യ ഇച്ചിരി തള്ളു. ആ ഫസ്റ്റ് അതിനൊന്നല്ല അരമുരട്ടയ്ക്ക് ഉണ്ടാകാനാ. അവിടെ കൊണ്ടിട്ട് വളർന്നു കഴിയുമ്പോ ഒന്ന് പിടിച്ചാ പോരടി മണ്ടി. അങ്ങോട്ട് പോയേ. മറ്റേ കുഞ്ഞാറ്റ പറഞ്ഞാൽ മറ്റേ ഇതന്നെ മസ്തിഷ്കം അതെന്തുവാടി? കരുതി തീരുമാനമായി. മീൻ പിടിച്ചാണോ? ഇനി മീൻ വന്ന് ചാടി അത് പിടിച്ച് ആറ്റത്ത് പിടിച്ച് വലിച്ചെടുക്കല്ലേ. അഖിലണ്ണന്റെ മുഖം നോക്കിക്കേ. ഒരു കപ്പല് മീൻ പിടിച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ. ഒരു കപ്പല് മീനാ ഞങ്ങള് പിടിച്ചത്. എന്റെ അഖിലണ്ണൻ 2 കപ്പല് മീൻ പിടിച്ചു. കൈ കഴിച്ചല്ലേ. പിടിക്കണോ? ഇവിടെ വന്ന് പിടിക്കടി. അവിടെ നിൽക്കുമ്പോ ഭയങ്കര ഇതുപോലെ അവരെ കിട്ടണം മൊത്തത്തിൽ. നീ അവിടെ കുത്തി ഇരിക്ക്. ഫോൺ താഴെ ഇടരുത്. നീ അവിടെ ഇരിക്കടി പാറു. എല്ലാവരുടെയും കിട്ടണേ. അതിലെന്നെ തലയില്ലടി പാവോടി. ഒന്നല്ലല്ലോ ഇത്രയും ഇതിന്റെ പിടിച്ചിരിക്കുന്നല്ലേ. ഇവരുടെ പറിച്ചത് അതവിടെ ഇരുന്നങ്ങ് നല്ല മറിക്കും. എടാ മീൻ എറിയുന്നത് കൂടി ഒന്ന് പിടിക്കുന്നില്ല. അത് തന്നെയാടാ എന്റെ ദൈവമേ. ഇവിടൊക്കെ നമുക്ക് മേടിക്കാം. നല്ല ടേസ്റ്റ്. ഞാൻ തിന്നു. ഒരെണ്ണെങ്കിലും കിട്ടിയടാ പാവത്തിന്. അത് പിടിക്കണ്ടായിരുന്നോടി പാവം. ആരും പിടിച്ചില്ലല്ലോ. എന്നാ പിടിക്കാൻ? നമുക്ക് ഇരിക്കായിരുന്നു. പിടിക്കാൻ പറഞ്ഞപ്പോ ഇവള് ഒരെണ്ണം അതും എല്ലാവർക്കും നല്ല ഒരു പണി ഉണ്ടാക്കി തരല്ലോ. ഇത് ഈ കൈ കഴുകൊക്കെ തുണി കഴുകൊക്കെ ചെളി കയറുന്ന തുണികളൊക്കെ ഇലയിലും ഇങ്ങോട്ട് വരിക. വീണ്ടും വീണ്ടും നമുക്ക്
ചെറിയ വല്ല ഇങ്ങോട്ട് മാറും. ഓ കിട്ടി കിട്ടി. കറുത്താണോ ഒരു കറുത്തായിരുന്നോ? ഇതിനകത്ത് ആദ്യം പിടിച്ച ഞാനാ. കുഞ്ഞിതിനെ വീഡിയോ പിടി. വലയിലേക്ക് വെച്ചിട്ടായിരിക്കും. ഞാനും ഹരിദാസൊക്കെ എറണാകുളത്തെ കായലിൽ പോയിരുന്ന ഞങ്ങള് ചൂണ്ടയിടുക. ഹരിദാസൊക്കെ ചൂണ്ടയിട്ട് ഹരിദാസിനെ മീനും പരിച്ചുകൊണ്ട് പോവാ. ലാസ്റ്റ് എനിക്കൊന്നും പിടിക്കുന്നില്ല, ഒന്നുമില്ല. ലാസ്റ്റ് ഞാൻ ഇട്ടിട്ട് ചുമ്മാ ഇട്ടിട്ട് ഇട്ടിട്ടൊക്കെ വരച്ചു നോക്കിയപ്പോഴത്തേക്കും വലിയൊരു കുഞ്ഞ്. ഇത് കുറെ നേരം കാലം തട്ടുന്നുണ്ടായിരുന്നു ഇത് പോരുമ്പോ. വെള്ളം ചൂടാകത്തേ മിണ്ടായിരിക്കുന്നത് എല്ലാവരും ഉള്ളോണ്ടാ. അതിനെ നീ ചൂഷണം ചെയ്യില്ലേ? അതൊക്കെ തീർന്നടാ ഗോകുലേ. പണ്ടത്തെ മാവിലാടാ വൈഫ് നോക്കി പിടിക്കുന്നു. നമ്മുടെ ക്യാമറമാൻ ചെറുതാ അവിടെ ഉണ്ട് ഓണ്ട് തലയെ പൊക്കി ഇരിക്കുന്നുണ്ട് ഒരു അവിടെ. വീഡിയോ പിടിക്കാം. അടി കൂടെ പിടിച്ചോ. ഇല്ലടാ അത് ഇവിടെ ഉണ്ടായിരുന്നോ? വലുത് ഈ ചെടിക്കകത്ത് കുത്തി നിൽക്കും. ഈ ഉണക്ക സമയത്ത് വെള്ളം പറ്റുമോ ഇതിനകത്ത്? കിട്ടിയോ? ഉണ്ടോ? വായിക്കുന്നു. അതെ ഇവൻ അതെ അതിനകത്തുണ്ടായിരുന്നു. മറ്റുള്ളവര് പിടിച്ചു കൊടുത്തു. അയ്യോ അതിലെന്നെ മീന് അതും ചത്ത്. വലുത് മൊത്തം ഇതിനകത്ത് കയറി ഇരിക്കും കേട്ടോ. അതെ കൊല്ലുന്ന ഗോലട്ടെ അടിച്ചു നോക്കും. ഇവിടെ ഉണ്ട് മീൻ പിടുത്തോ? ആരാമല്ലേ നട. ഓക്കെ ഹലോ ഇരിക്കുന്നുണ്ടോ? അതിന് മുകളിൽ ഇരിക്കുന്നുണ്ടോ? അത് 2-3 ഉണ്ട്. കുഞ്ഞിതാ. ഗോകുലട്ടായിട്ട് പെരുക്കുന്നുണ്ട്. കുളിക്കായിരുന്നു കുളിച്ചേണ്ടിയാ. അതിന്റെ തല അണ്ണാ വലുതാട്ടോ. കൊത്തി കയറി പോകും. കൊത്തിന്ന് കയറ്റും. ഇനിയിപ്പൊ കൈ കൊണ്ടുള്ള ആക്രമണമാണ് ആരമ്മയുടെ. അങ്ങനെ അത് കുഞ്ഞു അകലെണ്ണ വിറ വെള്ളത്തി കുഞ്ഞാടാ. എടാ വിട്. കണ്ടാണ്ടിരിക്കുന്നേ. എടാ അതങ്ങ് എടുത്തണം മേലായിരുന്നു. നമുക്ക് ടാങ്കിൽ വരായിരുന്നില്ല. അരവന് കൊടുത്തുവിടായിരുന്നു. അത് കമ്പനിക്ക് നഷ്ടമാണ്.
ഞങ്ങളെ അപ്പൊ ഇങ്ങനെയാണോ പിടിച്ചത് നീ? ഞാനെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ ഇങ്ങനെ. ആ ഒരു വലിയ ഇതങ്ങോട്ട് മാറ്റി ഈ രണ്ട് വലിയ ഇതിനകത്ത് അത് അരമൂലം 5 രൂപ കണ്ടല്ലോ അപ്പൊ നീ ആരായി എടാ നിർത്തിടോ വീഡിയോ എടുക്കട്ടെ. ചൂണ്ടിട്ട് പിടിച്ചതാ നമ്മള് അരമണിക്കൂർ വെയിറ്റ് ചെയ്ത്. വീഡിയോ എടുത്ത പിന്നെ എന്നാത്തിനാടാ? നോക്കി പിടിക്കണം. എടാ ഇത് സിലോപ്പി അവിടത്തെ പുല്ലനല്ല. അവിടെ ഞാൻ പിടിച്ചോണ്ടിരുന്ന ചൂണ്ടില് തലേ പിടിക്കണം. ഇനി ഇരിക്കാതെ പോയി കുളിക്ക്. ഓ എത്ര ക്യാമറ. നോക്കിക്കേ കിലാക്ക് 10 ഞറച്ചോണ്ടിരിക്കുവാ എപ്പോഴും. ചാടി അങ്ങ് അറിയത്തില്ലായിരുന്നു. അര കിലോയ്ക്ക് എത്ര രൂപ അറിയാം അവിടെ? മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് നോക്കണേ. ഇതിനെ കൊണ്ട് അതിനെ കൊല്ലല്ലേ? മരുന്നിനെ പിടിച്ചോട്ടോ ഞങ്ങൾ കണ്ടോ കരട്ടി എന്തോടി അന്ന് ഞങ്ങള് അരമുണ്ടായിരുന്നോടാ. അരമുണ്ടായിരുന്നല്ലോ. വലുതിനെ പിടിച്ചിട്ടാ